Low Point on Gold Rush Hour. 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ്. വൈശാഖം സമീർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇത് ഗോൾഡ് 101.3 FM. നല്ലൊരു ട്രാക്ക് അല്ലേ? ഗുരു എന്ന മൂവിയിലെ ഒരു ട്രാക്കാണ് നമ്മൾ കേട്ടത്. ശരിക്കും ഇന്നലത്തെ ഒരു മഴയുടെ ഒരു ഓക്കെ. നമ്മുടെ കൂടെ ഇപ്പോ ലീഗൽ എക്സ്പെർട്ട് അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് ജോയിൻ ചെയ്യാണ്. ഗുഡ് മോർണിംഗ് അജി. ഗുഡ് മോർണിംഗ് സമീറ. ഗുഡ് മോർണിംഗ് വൈശാഖ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുടെ കൂടെ ഇന്നും ഒരു സംശയമായിട്ട് ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നമസ്കാരം, എന്റെ പേര് അനൂപ് എന്നാണ്. ഞാൻ 1.5 വർഷമായി UAE എത്തിയിട്ട് ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് ഇവിടെ ജോലിയാണ്. ഇപ്പോൾ നിലവിൽ എന്റെ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകാവുന്ന നിയമ തടസ്സങ്ങളെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. എനിക്ക് ബാൻ ഉണ്ടാകുമോ? അങ്ങനെ ഒരു ബാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബാനിൽ നിന്ന് അവോയ്ഡ് ആകാൻ കമ്പനിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പേപ്പർ വാങ്ങിയാൽ മതിയാവുമോ എന്നുള്ളതൊക്കെയാണ് എന്റെ സംശയങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു ജോലിയിലേക്ക് എൻട്രി ആകുന്നതിൽ എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഇത് ഒരുപാട് ആൾക്കാരുടെയും ഒരു സംശയം തന്നെയാണ്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡോക്ടർ, മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. സോ ഇത് അവരുടെ ഒരു ബാൻ എങ്ങനെയാണ് വരിക? ഇവിടെ അനൂപ് പറഞ്ഞ പ്രശ്നത്തിനകത്ത് അദ്ദേഹത്തിന്റെ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഫോൾട്ട് കൊണ്ടല്ല ഇദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ടെർമിനേറ്റ് ചെയ്യുകയോ അത്തരം ഒരു വിഷയം ഇവിടെ വരുന്നില്ല. ഇവിടെ സംഭവിക്കുന്നത് കമ്പനിയുടെ ഓൺ ഫോൾട്ട് കൊണ്ട് കമ്പനി വൈൻഡപ്പ് ചെയ്ത് പോവാണ്. അപ്പൊ അദ്ദേഹത്തിന് ബാൻ വരുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതിൽ നമുക്ക് ഒറ്റ ഉത്തരവേ പറയാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബാനും ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ ഫോൾട്ട് കൊണ്ടല്ല വരുന്നത്, കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പൊ കമ്പനിയുടെ നിന്ന് ഒരു പേപ്പർ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ലെറ്റർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വേറെ ജോലി നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ അദ്ദേഹം വാങ്ങിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് കുറച്ചുകൂടി സേഫ് ആയിരിക്കും. അപ്പൊ പുതിയൊരു ജോലി നോക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി വൈൻഡപ്പ് ചെയ്ത് പോവുകയാണ്, അപ്പൊ താങ്കൾക്ക് ഇനിയിപ്പോ ഇവിടെ ജോലിയില്ല, താങ്കൾ പുതിയ ജോലി നോക്കിക്കോളൂ എന്ന് പറഞ്ഞൊരു ലെറ്റർ അദ്ദേഹത്തിന് വാങ്ങിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും. പിന്നെ പുതിയൊരു ഓഫർ ലെറ്ററുമായിട്ട് നമ്മൾ ലേബറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇപ്പം ഇത് നമ്മൾ പണ്ട് സംസാരിച്ച പോലെ തന്നെ കോൺട്രാക്ടിന്റെ ഒരു വിഷയം ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം 1.5 years ആയി അദ്ദേഹം ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അൺലിമിറ്റഡ് കോൺട്രാക്ട് ആണെങ്കിൽ ഞാൻ പണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ യാതൊരു തരത്തിലുള്ള ബാനും വരാൻ സാധ്യതയില്ല, ആർക്കും വരില്ല. അത് എഞ്ചിനീയേഴ്സിനും ഡോക്ടേഴ്സിനും മാത്രമല്ല ആർക്കും യാതൊരു തരത്തിലുള്ള ബാനും 1.5 years കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അൺലിമിറ്റഡ് കോൺട്രാക്ടിൽ വർക്ക് ചെയ്യുന്ന ആർക്കും കമ്പനി 1 year കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബാൻ വരില്ല. അപ്പൊ അതുകൊണ്ട് ബാനിന്റെ ഒരു ഇഷ്യൂ ഇവിടെ വരുന്നില്ല. പിന്നെ ലിമിറ്റഡ് കോൺട്രാക്ട് ആണെങ്കിൽ മാത്രമേ ആ ഒരു ഇഷ്യൂ വരുന്നുള്ളൂ. ലിമിറ്റഡ് കോൺട്രാക്ടിന്റെ ക്ലോസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് either the parties whoever breaches the contract. അപ്പൊ ആരാണോ അതിനകത്ത് കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുന്നത് ആ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുന്ന ആളാണ് അതിന്റെ ലയബിൾ ആയിട്ട് വരുന്നത്, കോമ്പൻസേഷനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കും. അപ്പൊ ഇവിടെ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യാൻ പോകുന്നത് കമ്പനിയാണ്. കാരണം കമ്പനി ഇറ്റ്സെൽഫ് ഗോയിങ് ടു ഷട്ട് ഡൗൺ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പൊ അതിന് ഇദ്ദേഹം യാതൊരു തരത്തിലും ലയബിൾ അല്ല, ഇദ്ദേഹത്തിന്റെ ജോലിനെയും ബാധിക്കുന്നില്ല, ഇദ്ദേഹത്തിന് ബാൻ വരില്ല എന്നുള്ളത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. ബാൻ ഉണ്ടാവില്ല. ഒറ്റ ഒരു സംശയം ചോദിക്കട്ടെ, ഇൻ കേസ് ഇപ്പൊ ഈ ഒരു കമ്പനി നമുക്ക് ലെറ്റർ തന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം വരുമോ? വേറെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ കമ്പനി നമുക്ക് ലെറ്റർ തന്നില്ല, കമ്പനി ക്യാൻസൽ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അത് ഫോർ ആർഗ്യുമെന്റ് സേക്ക് ഇതൊരു ലിമിറ്റഡ് കോൺട്രാക്ട് ആണെന്ന് വിചാരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ബാൻ വരാനുള്ള സാധ്യതയുണ്ട്. ആ ബാൻ വരാനുള്ള സാധ്യതയെ നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് ലേബറിൽ നമ്മൾ പരാതി കൊടുക്കണം. ലേബർ ഓഫീസിൽ നമ്മൾ പരാതി കൊടുക്കേണ്ടത് കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. പക്ഷെ അത് എങ്ങനെ എവിടെ നിന്നുള്ളതെന്ന് നമ്മൾ അറിയിക്കണം. മനസ്സിലായില്ലേ? ഓറൽ ഒരു ഇൻഫർമേഷൻ കൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മളതൊരു അസ്യൂം ചെയ്തിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടി എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് കാര്യമില്ല. നമുക്കതിനെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നും ഒരു ഇൻഫർമേഷൻ കിട്ടിയിരിക്കണം. അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. കാരണം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി റിലയബിൾ ആയിരിക്കണം. അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ടാവും. അല്ലാതെ നമ്മൾ വെറുതെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല. കമ്പനി പൂട്ടാൻ പോകുന്നു എന്നുള്ള ഒരു അസംഷൻ കൊണ്ട് നമുക്ക് യാതൊരു കാര്യമില്ല. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറയണം, അതിന് പ്രൂവ് ചെയ്യണം കമ്പനി പൂട്ടാൻ പോവുകയാണ്, കമ്പനി പൂട്ടുന്ന സമയത്ത് എല്ലാ തൊഴിലാളികളും പിരിച്ചുവിടുന്നു, അതല്ലെങ്കിൽ അവരെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പം ആസ് പെർ UAE ലേബർ ലോ ലിമിറ്റഡ് കോൺട്രാക്ട് ആണെങ്കിൽ എനിക്ക് ബാൻ വരാൻ സാധ്യതയുണ്ട്. എന്റെ ഫോൾട്ട് കൊണ്ടല്ല അത് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് ബാനിൽ നിന്ന് ഒഴിവാക്കി തരണം. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് ഓഫർ ഉണ്ട്, പറ്റുമെങ്കിൽ ആ ഒരു ഓഫർ ലെറ്റർ കൂടി അതിന്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സേഫ് ആയി നമുക്ക് കമ്പനിയുടെ NOC വേണം നമുക്ക് നിർബന്ധം. നമ്മളിവിടെ ഉണ്ടായിരുന്നത് അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് ആയിരുന്നു. പല ആൾക്കാരും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഈവൻ ഏത് ഫീൽഡിലാണെങ്കിലും ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് സംശയമുണ്ട്, ഇതിപ്പം ജോലി റിലേറ്റഡ് ആവണമെന്നില്ല, ഇപ്പൊ നിങ്ങൾക്ക്
അതല്ലാതെ എന്തെങ്കിലും റെന്റൽ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ നിങ്ങൾ അല്ലാണ്ട് ഫേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ലീഗൽ സൊല്യൂഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ SMS അയക്കാം കേട്ടോ. ലോ പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്ത് 6883 SMS അയച്ചാൽ ഓരോ ആഴ്ചകളിലും എല്ലാ ട്യൂസ്ഡേസിലും ആയിരിക്കും നമ്മൾ അഡ്വക്കേറ്റ് അജയ് കുര്യാക്കോസ് നിങ്ങൾക്ക് ആ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നത്. Low Point on Gold Rush.